വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കൾ, 15 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഈ പാർട്ടി പിറവിയെടുത്തപ്പോ ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ സാധ്യതയില്ല, പൊതുസമൂഹം കൂടുതൽ ശക്തമായും കൃത്യമായും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരാനും വികസിക്കാനും സാധ്യത വളരെ കുറവാണ് എന്ന് വിധിയെഴുതിയ രാഷ്ട്രീയ നിരീക്ഷകരായിരുന്നു ഇന്ത്യ രാജ്യത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ചില രാഷ്ട്രീയ ബുദ്ധിജീവികൾ പറഞ്ഞത് SDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അത് ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് വളരെ കൃത്യമാണ്, അതിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ തീർപ്പ് കൽപ്പനകളെല്ലാം, വിധി പ്രസ്താവങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 15 വർഷത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്തെ 21 സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. 15 വർഷം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലയളവല്ല. 100-150 വർഷത്തെ പ്രവർത്തന പരിചയം അവകാശപ്പെടുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലാണ് ഈ ഒരു പാർട്ടി പിച്ചവെച്ച് തുടങ്ങിയത്. ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ SDP-യോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതിന് 15 വർഷത്തെ ചരിത്രം നമുക്ക് മുന്നിൽ വളരെ തെളിച്ചത്തോടുകൂടി നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ 5 വർഷം കൊണ്ട് കേരളത്തിൽ ഫിനിഷ് ചെയ്യും എന്നാണ് പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത ഉടനെ പറഞ്ഞത്. അതിനുശേഷം പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് കേരളത്തിലേക്ക് ചുരുങ്ങിക്കൂടിയപ്പോ കേരളത്തിന്റെ 4 അതിരുകളും ഭേദിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ 21 സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമറിയിക്കുന്ന BJP-യും കോൺഗ്രസും കഴിഞ്ഞാൽ ഇത്രയധികം സ്ഥലങ്ങളിൽ പ്രവർത്തക സാന്നിധ്യമുള്ള ഒരു പാർട്ടിയായി പരിവർത്തിക്കപ്പെടുകയാണ് SDP ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞുവല്ലോ, ഇത് വളരെ സുന്ദരമായ ഒരു കാലഘട്ടത്തിലല്ല പാർട്ടി വളർച്ച നേടിയിട്ടുള്ളത്. ഓരോ അടി ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ആ കാലടി മുന്നോട്ട് വെക്കാതിരിക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളെയും, പോലീസിനെയും മറ്റു നിയമ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ എല്ലാ തടസ്സങ്ങളെയും ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിജയം വരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കൂറ്റനാട് അങ്ങാടിയിലും ഇറങ്ങി നിന്ന് ഞങ്ങൾ SDP എന്ന് ഉറക്കെ സിന്ദാബാദ് വിളിച്ചാൽ അത് ഇന്ത്യ രാജ്യത്തെ 4 അതിരുകളിൽ തട്ടി നിൽക്കുമെങ്കിൽ 21 ഭാഷകൾ അത് ഏറ്റുവിളിക്കാൻ തയ്യാറുള്ള ഒരു യുവ സമൂഹത്തെ വളർത്തിയെടുക്കും എന്നുള്ളതാണ് ഈ വേട്ടയാടലുകൾക്കിടയിലും ഞങ്ങളെ മികവുറ്റതാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 3 വർഷം SDP-യുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിക്കുമെന്ന് ദിവാസ്വപ്നം കണ്ട കുറച്ച് ആളുകളുണ്ട്.
അതിനുവേണ്ടിയാണ് ഈ പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി ഒരു മുന്നറിയിപ്പുമില്ലാതെ കൃത്യമായ ഒരു ക്രൈം നടന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ പുലർക്കാലത്ത് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലുകൾ അടച്ചിട്ടുള്ളത്. ഈ ആളുകളെ ജയിലിൽ അടച്ചാൽ അവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് മാസങ്ങളോളം അവരെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ തകർക്കാൻ കഴിയും എന്നാണ് അവര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനവര് ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം അവര് രാഷ്ട്രീയം പഠിച്ചിടത്ത് നിന്നല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ധീരന്മാരായ ചുണക്കുട്ടികൾ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കുറച്ചു വൈകി. ബ്രിട്ടീഷുകാരൊന്ന് കണ്ണുരുട്ട് നോക്കിയപ്പോ വെള്ളക്കാരന്റെ ഷൂ നക്കിയ സവർക്കറിൽ നിന്നല്ല എസ്ടിപിയുടെ ആൺകുട്ടികൾ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളത്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ധീരമായി പോരിട്ട ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എണ്ണിയാലൊടുങ്ങാത്ത രക്തസാക്ഷികളെ സംഭാവന ചെയ്ത ഈ രാജ്യത്തെ പൂർവ്വസൂരികളുടെ അവരുടെ പോരാട്ട വീര്യങ്ങളെ കിനാവ് കാണുന്ന ഒരു ജനതയ്ക്ക് ഈ ജയിലറകൾ ഒന്നുമല്ല എന്ന് ചരിത്രം കാണിച്ചു കൊടുത്തു. ഞങ്ങളെ തകർക്കാമെന്ന് കരുതി അവരെ. ഈ പാർട്ടിയുടെ പ്രഥമ പ്രസിഡന്റ്, ആദ്യത്തെ ദേശീയ വക്താവ് ഉൾപ്പെടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ ട്രഷറർ മധ്യപ്രദേശുകാരനായ റൌഫ് ഇൻഡോർ ഉൾപ്പെടെയുള്ള ആളുകൾ, പാർട്ടിയുടെ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായിരുന്ന പട്ടാമ്പി സ്വദേശി SP അമീർ അലി ഉൾപ്പെടെയുള്ള ആളുകൾ, അവരൊക്കെ ജയിലിലിട്ട് ജാമ്യം കൊടുക്കാതിരുന്നാൽ ഈ പാർട്ടി തനിയെ അങ്ങോട്ട് വാടി പോകുമെന്നാണ് അവർ ധരിച്ചിട്ടുള്ളത്. ഇതിനെ തകർത്ത് കളയാം, ഫിനിഷ് ചെയ്യാം. അവിടെ കോൺഗ്രസുകാരൊന്നിച്ചു, അവിടെ CPM-കാരൊന്നിച്ചു, അവിടെ BJP-കാരൊന്നിച്ചു. അങ്ങനെ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഒക്കെ പോലീസ് സംവിധാനങ്ങൾ, മറ്റ് നിയമ സംവിധാനങ്ങൾ എല്ലാവരും കൈകോർത്തപ്പോ ഈ പാർട്ടി അങ്ങോട്ട് തകർന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ തകർക്കാൻ പോയിട്ട് ഒന്ന് തളർത്താൻ പോലും സാധ്യമായിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ പാർട്ടിയെ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട്, പ്രതിഷേധങ്ങൾ വേണ്ടിയിടത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, പോരാടേണ്ടിടത്ത് പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഇന്നും ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ വെച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ ഈ രാജ്യത്തെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ചെലവഴിച്ച മഹാനായ അംബേദ്കറെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചു. എന്തിനാണ് ആളുകൾ അംബേദ്കർ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ അംബേദ്കർ അംബേദ്കർ എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, അങ്ങനെ വിളിക്കേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറെ അവമതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് അംബേദ്കർ അവമതിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമല്ല ഭരണഘടനക്കെതിരായിട്ടുള്ള ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത്. 1971 യുപിയിലെ അലഹബാദിൽ വെച്ച് ചേർന്ന ഹിന്ദു അഡ്വക്കേറ്റ് ഫോറത്തിന്റെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ വെച്ച് അതിന്റെ അവസാന ദിനത്തിൽ അവർ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിക്കലും ഇന്ത്യൻ ഭരണഘടന കൊണ്ട് സാധ്യമല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരുപാട് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനകൾ നോക്കിയിട്ട് അതിൽ നിന്ന് കോപ്പിയടിച്ച ഒരു സംവിധാനം മാത്രമാണ്. ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയാകേണ്ടത്. അങ്ങനെ മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അഖിലേന്ത്യാ ഹിന്ദു അഡ്വക്കേറ്റ് ഫോറത്തിന്റെ യോഗത്തിൽ പ്രമേയം പാസാക്കിയിട്ടുള്ള ആളുകൾ 1971 മുതൽ അതിനു മുമ്പും ഒക്കെ പലപ്പോഴായി ഭരണഘടനയ്ക്കെതിരായ രംഗത്തേക്ക് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു സംഘടന രൂപമെന്ന നിലയിൽ ഈ
രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മാവ് ചോർത്തിയെടുക്കുന്ന നടപടികളാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന താല്പര്യങ്ങളുണ്ട്, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ആത്മാവ് ചോർത്തിക്കളയുന്നതിന് വേണ്ടി നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത്, പുതിയ നിയമങ്ങൾ ചുട്ടെടുക്കുന്നത്, ഒരു തട്ടുകടയിൽ എങ്ങനെയാണോ ദോശ ചുട്ടെടുക്കുന്നത് അതേ ലാഘവത്തോടുകൂടി പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ, പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടാതെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായമാരായാതെ സംഘപരിവാർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ വക്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സജീവമായി നടത്തിയപ്പോ അതിനെതിരായി ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ സംഘപരിവാർ രംഗത്തേക്ക് വന്നിട്ടുള്ളത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനുഷ്യരായി അവർക്ക് എണീറ്റ് നിൽക്കാൻ ആത്മാഭിമാനത്തോടുകൂടി ഈ രാജ്യത്തൊരു പൗരനാണ് എന്ന് പറഞ്ഞ് അന്തസ്സാർന്ന ഒരു ജീവിതം അവർക്ക് ലഭ്യമായിട്ടുള്ളത് ഈ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ് എന്ന് നമുക്കറിയാം. ഭരണഘടന ഈ രാജ്യത്ത് നിലവിൽ വരുന്നതുവരെ ഈ രാജ്യത്തെ മേലാള വർഗത്തിന്, സവർണ തമ്പുരാക്കന്മാർക്ക് അവരെന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. പട്ടിക്കും പൂച്ചക്കും ഒക്കെ വഴി നടക്കാൻ പറ്റുന്ന വഴിയിലൂടെ ഈ രാജ്യത്തെ പിന്നാക്ക ജാതിക്കാരന്, ആദിവാസികൾക്ക്, ദളിതുകൾക്ക്, ഈഴവർക്ക്, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് നിഷേധിക്കപ്പെട്ടിരുന്നു. ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിലല്ലാതെ പൊതുനിരത്തുകളിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. നല്ല പേരുച്ചരിക്കാൻ കുട്ടികൾക്ക്, മക്കൾക്ക് നല്ല പേരിടാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ഓരോ വസ്തുക്കൾക്കും മലയാള ഭാഷയിൽ ഓരോ പേര് പറയും. ആ പേര് പോലും പറയാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. 1936 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു ഈഴവ യുവാവ്, അവരുടെ ജാതി നിയമം അനുസരിച്ചുകൊണ്ട് ഉപ്പിന് പുളിച്ചാത്തൻ എന്നാണ് പറയേണ്ടത്. ഉപ്പ് എന്ന പേര് പറയാൻ പാടില്ല. കാരണം അവൻ സംസാരിക്കുമ്പോ, അവൻ വരുന്നത് കാണുമ്പോ, അവന്റെ വസ്ത്രം കാണുമ്പോ, അവന്റെ ഇടപെടൽ കാണുമ്പോ അവന്റെ ജാതി മനസ്സിലാകണമെന്ന് ഈ വരേണ്യ തമ്പുരാക്കന്മാര് നിയമം ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഈഴവന്മാർക്ക് ഉപ്പിന് പറയേണ്ട പേര് പുളിച്ചാത്തൻ എന്നാണ്. പക്ഷേ ആത്മാഭിമാനിയായ ശിവരാമൻ എന്ന് പറയുന്ന ആ ഈഴവ യുവാവ് ഒരു സവർണന്റെ കടയിൽ പോയിട്ട് എനിക്ക് ഉപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ അത് അവരുടെ സവർണത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായി കണ്ട് അദ്ദേഹത്തെ ദൂരമായിട്ട് മർദ്ദിക്കുകയും അദ്ദേഹം കൊലപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യരുപയോഗിക്കുന്ന ഭാഷ പോലും, വാക്കുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. പരാതി കൊടുത്തിട്ട് കാര്യമില്ല, പരാതി കൊടുത്താൽ കേസെടുക്കുന്നില്ല. ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഒരു കൂട്ടം ഇന്ത്യ രാജ്യത്ത് അതിക്രമിച്ച് കടന്നു വന്നിട്ടുള്ള ആര്യവരേണ്യവർഗ തമ്പുരാക്കന്മാര് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം അതേപോലെ നടപ്പിലാകുന്ന ഒരു സംവിധാനമായിരുന്നു. അതിൽ നിന്ന് ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന് അന്തസ്സാർന്ന ഒരു ജീവിതം കൊടുത്തത്, മനുഷ്യരായി എണീറ്റ് നിൽക്കാൻ അവർക്ക് പറ്റിയത് ഭരണഘടന നിലവിൽ വന്നത് കൊണ്ടാണ്, അവകാശബോധമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ പാടി നടക്കുന്നത് പോലെ ഞങ്ങൾ വന്നത് കൊണ്ടല്ല ഇവിടുത്തെ പിന്നാക്കക്കാർക്ക് ആത്മാഭിമാനം ഉണ്ടായത് എന്നവര് പറയാറുണ്ട്. അങ്ങനെ ഒരു ആത്മാഭിമാനവും അവരുണ്ടാക്കി കൊടുത്തിട്ടില്ല. അവർക്ക് കൊടി പിടിക്കാൻ, അവർക്ക് സിന്ദാബാദ് വിളിക്കാൻ കുറെ താഴ്ന്ന ജാതിക്കാരെ കിട്ടണമെന്നല്ലാതെ EMS നമ്പൂതിരിപ്പാടിന്റെ പേര് പോലും മാറ്റാൻ തയ്യാറാവാത്ത ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്ക ജനവിഭാഗങ്ങളെ സമുദ്ധരിച്ചത് ഞങ്ങളാണ് എന്ന വലിയ നുണകൾ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഉണ്ടെടുക്കാൻ പോലും ഈഴവ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവകാശം
പ്രകാശം ഉണ്ടായിരുന്നില്ല. 1929 കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയില് ഒരു പുലയൻ വെള്ളമുണ്ടെടുത്തു എന്നതിന്റെ പേരിൽ കുഞ്ഞൻ എന്ന് പറയുന്ന ആ പുലയൻ കുഞ്ഞൻ വെള്ളമുണ്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നിട്ട് പാപ്പിനിശ്ശേരി പുഴയിലേക്ക് വലിച്ചെറിയുന്നത് 1929. വർഷങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ, നൂറ്റാണ്ടുകളുടെ കഥകളല്ല പറയുന്നത്. ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ദശകങ്ങളിലുമായി ഈ രാജ്യത്ത്, കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലൊക്കെ രാവിലെയും വൈകിട്ടും അങ്ങാടികളിലേക്ക്, മാർക്കറ്റുകളിലേക്ക്, പൊതുനിരത്തുകളിലേക്ക് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. എന്താ അതിന്റെ കാരണം എന്നറിയോ? ഈ പുലർക്കാലത്തും വൈകിട്ടുമൊക്കെ സൂര്യൻ ഭൂമിക്ക് ഒരുപാട് അകലെയായിരിക്കും. ആ സൂര്യപ്രകാശം ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ശരീരത്തിൽ തട്ടിയാൽ, ആ വസ്തുവിന്റെ നിഴലിന്റെ നീളം കൂടും. അങ്ങനെ പുലർക്കാലത്തും രാവിലെയും വൈകിട്ടുമൊക്കെ ഏതെങ്കിലും ദളിതുകളോ ആദിവാസികളോ മറ്റ് പിന്നാക്ക ജാതിക്കാരോ മാർക്കറ്റുകളിലേക്ക് വന്നാൽ, തെരുവിലേക്ക് ഇറങ്ങിയാൽ, അവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടിയാൽ ആ നിഴലിന്റെ നീളം കൂടും. ആ നിഴലിന്റെ നീളം കൂടിയാൽ ആ നിഴലിലെങ്ങാനും സവർണന്മാര് ചവിട്ടിപ്പോകുമോ എന്ന് ഭയന്നിട്ട് ആ സമയത്ത് സഞ്ചരിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കി. സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കണ്ടല്ലോ, കേരളത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലഘട്ടമാണെന്ന്. ആ ഭരണകാലഘട്ടം പൊടിക്കുമ്പോ ഇവിടുത്തെ ഈഴവന്മാർക്ക് മീശ വെക്കണമെങ്കിൽ, പുരുഷന്മാർക്ക് ദൈവികമായി ജന്മനാൽ കിട്ടുന്ന ഒരു സംവിധാനം അത് വെക്കണമെങ്കിൽ മീശയ്ക്ക് കരം കൊടുക്കണം. മീശക്കരം എന്ന പേരിൽ അതെന്നറിയപ്പെട്ടിരുന്നു. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളുടെ മാറിന്റെ വലിപ്പത്തിനനുസരിച്ച് മുലക്കരം കൊടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് ചേർത്തയിലെ ചിരുത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞങ്ങൾക്ക് സർക്കാരിന്, ഗവൺമെന്റിന് അങ്ങനെ മാറിന്റെ വലിപ്പത്തിനനുസരിച്ച് നികുതി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, നികുതി കൊടുക്കാനുള്ള കാശില്ലാഞ്ഞിട്ട് ഇവർ വന്നിട്ട് നിർബന്ധിച്ചപ്പോ നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് വന്ന്, രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാര് വന്ന് നിർബന്ധിച്ചപ്പോ സ്വന്തം മാററുത്തിട്ട് അത് വാഴയിലയിൽ വെച്ച് കൊണ്ടുപോയി കൊടുത്ത് പ്രതിഷേധിച്ച കേരളമാണ് ജാതിക്കെതിരെ നിലനിന്നിട്ടുള്ളത്. അത് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതല്ല. അന്ന് കമ്മ്യൂണിസം ആരും കേട്ടിട്ട് പോലില്ല. ഇവർക്ക് നടക്കുമ്പോ കഴുത്തിൽ ചിരട്ട നാത്തിയിടണം. എന്തിനാണ് ചിരട്ട എന്നറിയോ? ഈ താഴ്ന്ന ജാതിക്കാർ തുപ്പാൻ പാടില്ല, റോട്ടില് പൊതുനിരത്തിൽ തുപ്പാൻ പാടില്ല, ഭൂമിയിൽ തുപ്പാൻ പാടില്ല, അവരുടെ സ്ഥലങ്ങളിൽ തുപ്പണം. അങ്ങനെ തുപ്പിയാൽ ആ തുപ്പലിലെങ്ങാനും എങ്ങാനും കടന്നു പോകാൻ സാധ്യതയുള്ള സവർണൻ ചവിട്ടാതിരിക്കാൻ വേണ്ടി അവന്റെ കഴുത്തിലെ ചിരട്ടയിൽ തുപ്പണം. പുറത്ത് ഒരു ചൂല് പോലെയുള്ള ഒരു വസ്തു ഞാത്തിയിട്ട് നടക്കണം ഡ്രസ്സിന്റെ പുറമെ. അതെന്തിനാ? ഇവര് നിലത്ത് ചവിട്ടിയാൽ അവരുടെ പാദസ്പർശമേറ്റ മണ്ണിൽ ഒരു സവർണൻ ചവിട്ടിപ്പോയിക്കൂടാ. അത് അവരുടെ ജാത്യാഭിമാനത്തിന്റെ ക്ഷതം, വിള്ളലുകൾ സംഭവിപ്പിക്കുമായിരുന്നു അത്രേ. അതുകൊണ്ട് ആ പുതിയ മണ്ണ് വന്ന് അവർ ചവിട്ടിയ മണ്ണിന്റെ മേത് വന്ന് വീഴണം. അതിന് ഒരു ബാഗ്, ഒരു ചൂലിടണം. കേരള സാഹിത്യ അക്കാദമി കേരളം 19ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് KP ഭാസ്കരൻ ഉണ്ണിയുടെ ഒരു പുസ്തകം, വലിയ തട്ടിയുള്ള ഒരു പുസ്തകമുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നോക്കണം. RSSന് വേണ്ടി കൊടിപിടിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന ഇവിടുത്തെ ഈഴവനുണ്ടെങ്കിൽ, ദളിതുണ്ടെങ്കിൽ, ആദിവാസി ഉണ്ടെങ്കിൽ, പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, അവര് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോ ആ ബുക്കൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വായിക്കണം. അവർക്ക് സാധനങ്ങൾ വിൽക്കണമെങ്കിൽ തല ചുമടായിട്ട് നിൽക്കണം. എത്ര ഭാരമുണ്ടെങ്കിലും അത് നിലത്തിറക്കി വെക്കാൻ പറ്റില്ല, കച്ചവടം ചെയ്യാൻ കഴിയില്ല, തലയിൽ നിന്ന് എടുത്തു കൊടുക്കണം. 1980 അതിന് പിന്നെ മാറ്റം വരുന്നത്. അതുവരെ ഇവര് ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണ് മാറ്റം വരുന്നത്. അതുവരെ തലയിൽ വെച്ചുകൊണ്ട് ആ ഭാരം അങ്ങനെ തന്നെ എടുത്തു കൊടുക്കണം, നിലത്ത് വെക്കാൻ പറ്റില്ല. പശുവിനെ കറക്കാൻ പറ്റിയിരുന്നില്ല. പശുവിനെ നോക്കാം, പക്ഷെ പശുവിനെ കറക്കാൻ പറ്റില്ല. പശുവിന്റെ പാല് കുടിക്കാൻ പറ്റില്ല, പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പശുവിനെ നോക്കി ഗർഭിണിയായി പ്രസവിക്കാറാകുമ്പോ അതിനെ ഏതെങ്കിലും ഒരു നായർ തറവാട്ടിൽ കൊണ്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സവർണന് കൊണ്ടുകൊടുക്കണം. ഇതെന്തിനാ? പാലുൽപ്പന്നങ്ങൾ അവർക്കാണ് ഉപയോഗിക്കാൻ. ഈ ഈഴവന്മാർക്കോ മറ്റു താഴ്ന്ന ജാതിക്കാർക്കോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പശുവിനെ കൊടുക്കുമ്പോ അവർ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അത് കിട്ടിയാലായി.
അതിന് ബ്രിട്ടീഷുകാര് നിയമം കൊണ്ടുവന്നിട്ടാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ ഭരണഘടന നിലവിൽ വന്നിട്ട് നടക്കുന്ന ജാതീയ പീഡനെ കുറിച്ച് നമുക്കറിയാം. ആ ജാതീയ പീഡനം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളത്, വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയിട്ടുള്ളത് എപ്പോഴാ? ഇവിടുത്തെ സവർണന്മാര് കൊടുത്തിട്ടാണോ? 5000-ലധികം വർഷക്കാലം അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്ത് നിന്ന് ആട്ടിപ്പായിക്കുകയായിരുന്നു അവർ. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വേദം കേൾക്കുന്നത് പാപമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു ശൂദ്രൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോ നായന്മാരാണ് വരിക. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആ നായന്മാര് പോലും അവര് വേദം കേട്ടാൽ അവന്റെ ചെവിട്ടിൽ ഈയമൊരുക്കി ഒഴിക്കണം എന്ന് വേദങ്ങൾ പറഞ്ഞു. അവൻ സംസ്കൃതം പറഞ്ഞാൽ അവന്റെ നാവ്, വേദം പറഞ്ഞാൽ അവന്റെ നാവ് പിഴുതെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5000-ലധികം വർഷക്കാലം അറിവിന്റെയും അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് നാട്ടിപ്പായിച്ചു. മനുഷ്യാവകാശത്തിന്റെ പ്രാഥമിക മേഖലകളിൽ പോലും കാലെടുത്ത് വെക്കാനുള്ള അവകാശം നിഷേധിച്ചു. ഇതിനൊരു മാറ്റം വന്നത് എപ്പോഴാണ്? ഭരണഘടന നിലവിൽ വന്നപ്പോ. ആ ഭരണഘടനയാണ് തകർക്കാൻ വേണ്ടി പോകുന്നത്. ആ ഭരണഘടനയാണ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനോട് കോൺഗ്രസിന്റെ സമീപനം എന്താണ് എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അതിനുള്ള സമീപനം എന്താണ് എന്ന് വിലയിരുത്തണം. അംബേദ്കറെ അവഹേളിച്ചപ്പോ ആ ദിവസം തന്നെ ഇന്ത്യയിലെ 21 സ്റ്റേറ്റുകളിൽ അമിത്ഷായുടെ ഗുജറാത്തിൽ ഉൾപ്പെടെ അമിത്ഷാ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകടനങ്ങൾ നടത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ വേട്ടയാടലുകൾക്കിടയിലും ഈ ജനങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് ജനങ്ങൾ കാവൽ നിൽക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത്. ഇതാണ് ഈ രാജ്യത്തിലെ തെരുവുകളിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണം, ഈ രാജ്യത്തിന്റെ സൗഹൃദം നിലനിൽക്കണം. ജാതിയുടെ മതത്തിന്റെ പേരിൽ പരസ്പരം വെറുപ്പുണ്ടാക്കരുത്. BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു മന്ത്രി, MP, MLA വാ തുറന്നാൽ എന്താണ് അവർ സംസാരിക്കുന്നത്? അവർ നടത്തിയ ഭരണ നേട്ടങ്ങളെ കുറിച്ചല്ല, അവർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള സേവനങ്ങളെ കുറിച്ചല്ല. ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തെറ്റിക്കുക, ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയും പരസ്പരം തെറ്റിക്കുക, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം തെറ്റിക്കുക. ഇങ്ങനെ വിദ്വേഷത്തിന്റെ മനുഷ്യ മനസ്സുകളിലേക്ക് വർഗീയതയുടെ, വംശീയതയുടെ മതലുകൾ തീർത്തിട്ട് പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു സമീപനം, അതിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു സമീപനം നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാര്യങ്ങൾ എത്രമേൽ ഗൗരവമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എത്രമേൽ ഗൗരവമാണ് എന്ന് ലോകതലത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷം. ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ BJP CPM-ൽ നിന്ന് അകന്നപ്പോ ഹിന്ദുത്വ വോട്ടുകൾ കൂടെ കൂട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് CPM-ന്റെ നേതാക്കന്മാർ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവര് പറയും SDPI വർഗീയ പാർട്ടിയാണ്, SDPI തീവ്രവാദി പാർട്ടിയാണ്. BJP എന്താ പറയുന്നത്? BJP ഇത് തന്നെ പറയുന്നു. 15 വർഷം മുമ്പ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയപ്പോ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ഭരണഘടന ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. 15 വർഷക്കാലം നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഒരു വർഗീയ സംഘർഷങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല, വർഗീയ കലാപങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രളയം വന്നപ്പോ ജീവൻ കിട്ടാതെ അവർ കൈകാലിട്ടടിക്കുമ്പോ അവന്റെ ജാതിയും മതവും എല്ലാം നോക്കിയത് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഓടി നടക്കുകയായിരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ. കൊറോണ വന്നപ്പോ പുറത്തിറങ്ങാൻ കഴിയാതെ, മരുന്നുകൾ പോലും കിട്ടാതെ, ഭക്ഷണം പോലും കിട്ടാതിരുന്നപ്പോ, ആളുകൾ മരണപ്പെട്ടപ്പോ കുടുംബങ്ങളോ നാട്ടുകാരോ ആ ഡെഡ് ബോഡി ഒന്ന് അടക്കം ചെയ്യാൻ പോലും കഴിയാതെ ഭയപ്പെട്ട് മാറി നിന്ന ഒരു സാഹചര്യത്തിൽ
അത് ഏറ്റെടുത്തുകൊണ്ട് ആ പ്രയാസപ്പെടുന്നവന്റെ കണ്ണുനീരപ്പാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ RSS അവർ കലാപം നടത്തുന്നു, രോഹിൽ മുസ്ലിങ്ങൾക്കെതിരെ കലാപം നടത്തുന്നു, മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ കലാപം നടത്തുന്നു, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പാദ്രിമാർക്കെതിരെ കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നു, മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, പള്ളികൾക്കടിയിൽ ശിവലിംഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നു, പള്ളികൾ ആക്രമിക്കുന്നു, പള്ളികൾ തകർക്കുന്നു. ഇങ്ങനെ രാജ്യത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ RSS രാജ്യത്തിന് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്തേക്ക് വന്നപ്പോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടിയും തയ്യാറായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും സാധിച്ചിട്ടില്ല. ഇവിടെ സൈദ്ധാന്തികപരമായി ഉൾക്കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അവരും ഈ പാർട്ടി രൂപീകരിച്ച ഒന്നാം തീയതി പറഞ്ഞു നമ്മൾ അപകടകാരികളാണ്, വർഗീയവാദികളാണ്, തീവ്രവാദികളാണ് എന്ന്. ആ പറയുന്ന നിങ്ങളുടെ ആരോപണത്തിന്റെ വസ്തുതാപരമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ അതിനെ കുറിച്ചൊന്നും പറയില്ല. എന്താണ് വർഗീയത എന്ന് വിശദീകരിക്കില്ല, എന്താണ് തീവ്രവാദം എന്ന് വിശദീകരിക്കില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് വിമർശിക്കുന്നത്? BJP രാജ്യത്ത് ഇങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ, അവർ മുന്നോട്ട് വെച്ചിരുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഈ രാജ്യത്തിനെതിരാണ്, ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിനെതിരാണ്, ഈ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള മാനവിക കാഴ്ചപ്പാടുകൾക്കെതിരാണ്, രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരാണ്, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ എതിർക്കുന്നത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ എതിർക്കാനുള്ള രാഷ്ട്രീയമായ സൈദ്ധാന്തികപരമായ ഉൾക്കരുത്ത് CPM-ന് പോലുമില്ല എന്ന് അവർ സമ്മതിക്കുകയാണ് ഇത്തരം ആരോപണങ്ങളിലൂടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 15 വർഷക്കാലം ഞങ്ങൾ തെരുവിലായിരുന്നു. ഇതേവരെ ഞങ്ങൾക്കെതിരെ വസ്തുനിഷ്ഠമായ ഒരു ആരോപണം ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? വെറിയ ചില പദങ്ങൾ, 3-4 വാക്കുകൾ കൊണ്ട് കസർത്ത് കാണിക്കുകയാണ് ഇന്ത്യയിലെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഒന്ന് മതമൗലികവാദികൾ, ഒന്നില്ലെങ്കിൽ പിന്നെ പറയും തീവ്രവാദികൾ, അല്ലെങ്കിൽ വർഗീയവാദികൾ. തീർന്നു. പിന്നൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞൊരു മാനിഫെസ്റ്റോ ഉണ്ട് ഈ പാർട്ടിക്ക്, ഭരണഘടന ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു സംവാദത്തിന്റെ വാക്കുകളുടെ പോലെ ഒഴിഞ്ഞിട്ടില്ല, സംവാദത്തിന്റെ സാധ്യതകൾ ഇല്ലാണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വായോ, നിങ്ങളുടെ നേതാക്കന്മാർ ആര് വേണമെങ്കിൽ വന്നോട്ടെ, പോളിംഗ് ബ്യൂറോ മുതൽ ആരും വരട്ടെ, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ ആളുകളെ വിടാം, എന്നിട്ട് പരസ്യമായിട്ട് സംവദിക്കാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏതാ നല്ല പാർട്ടി എന്ന്, ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിന് CPM തയ്യാറുണ്ടോ? ഒരു ജെന്റിൽമാൻ ഇടപാടിന് നിങ്ങൾ തയ്യാറുണ്ടോ സഖാക്കളെ? അവര് വരില്ല. എന്നിട്ട് പറയും ഇവര് വർഗീയവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് ഞങ്ങളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ഞങ്ങളുടെ പ്രവർത്തകർ ആദിവാസി ഊരുകളിൽ പോയി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ പോരാട്ടത്തിലായിരുന്നു. ദളിത് കോളനികളിൽ ഞങ്ങളുടെ പ്രവർത്തകർ പോയിട്ട് അവർ അനുഭവിക്കുന്ന പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവകാശ ലംഘനങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും അതിനെതിരെ അവരെ സമരത്തിന് പ്രാപ്തമാക്കുകയുമായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ നഗരങ്ങളിൽ, തെരുവുകളിൽ കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഗല്ലികളിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ. അവിടെ പോയി അവർ അഭികരിക്കുന്ന പ്രശ്നങ്ങൾ, അവന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. ആദിവാസി ഊരുകളിൽ പോയി, ദളിത് കോളനികളിൽ പോയി, തെരുവുകളിൽ പോയി, ഗല്ലികളിൽ പോയി അവരോട് ഞങ്ങൾ പറഞ്ഞു, കെട്ടിപ്പിടിക്കേണ്ട കൂട്ടുകാരാ, നിന്റെ ചങ്കടിപ്പ് എന്റേതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ലക്ഷക്കണക്കിന് വരുന്ന കേഡർമാർ ഓരോ പ്രദേശങ്ങളിലും ഈ രാജ്യത്ത് അവശത അനുഭവിക്കുന്ന, ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന മർദ്ദിതരായ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു. അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. ആദിവാസി ഊരുകളിൽ നിന്ന് ഇടവഴികളിലേക്ക്, നടവഴികളിലേക്ക് ഞങ്ങൾ വരും. ദളിത് കോളനികളിൽ നിന്ന് നടവഴികളിലേക്ക് ഞങ്ങൾ വരും. നടവഴികളിൽ നിന്ന് ഇടവഴികളിലേക്ക്, ഇടവഴികളിൽ നിന്ന് പെരുവഴികളിലേക്ക് ഞങ്ങൾ വരും. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് ഡൽഹിയിലേക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു പുലരി ഈ രാജ്യത്ത് ഞങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ ഈ രാജ്യത്തിന്റെ
പ്രധാനമന്ത്രിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന ആളെ വിജയിപ്പിച്ചെടുക്കുന്നത് വരെ അങ്ങ് ചെങ്കോട്ടയിൽ ആഗസ്റ്റ് 15 ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് SDP തീരുമാനിക്കുന്ന SDP-യുടെ പ്രധാനമന്ത്രിയാകുന്നത് വരെ ഞങ്ങൾ ഈ യാത്ര തുടരും. അതിനു മുമ്പിൽ എന്ത് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടും പിന്മടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നിങ്ങൾ അടിപറയിട്ട് മനസ്സിലാക്കണം. ഞങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കിയല്ലോ, ഞങ്ങളെ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി നോക്കിയല്ലോ, അധികാരം നിങ്ങൾ ഉപയോഗിച്ചല്ലോ, കള്ളക്കേസുകൾ എടുത്തല്ലോ, ഞങ്ങളുടെ നൂറുകണക്കായ പ്രവർത്തകരുടെ വസ്തുവകകൾ നിങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ച് അവരുടെ അക്കൗണ്ടുകൾ നിങ്ങൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടല്ലോ, അവരുടെ വസ്തുവകകൾ നിങ്ങൾ മരയിപ്പിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, അത് സർക്കാരിലേക്ക് നിങ്ങൾ കണ്ടുകെട്ടിയിട്ടുണ്ടല്ലോ. എന്നിട്ടും ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ആ കണ്ണും സുഹൃത്തുക്കളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ബാങ്ക് ബാലൻസ് മരവിപ്പിച്ചു, അവരുടെ സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. എന്നിട്ടെങ്കിലും ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഈ പാർട്ടിയുടെ പ്രവർത്തകര്, സാറേ ഈ പ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിക്കാം, എനിക്ക് എന്റെ സ്വത്ത് തിരിച്ചു വേണമെന്ന് ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പിള്ളേര് വേറെ വൈബാണ് സാറേ, ഇവര് രാഷ്ട്രീയം പഠിച്ചത് വേറെ ജീനിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഇതിനെ ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് ധരിക്കരുത്. ഈ രാജവെമ്പാലയെ കണ്ട് പേടിക്കാത്ത ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ ചെറുപ്പക്കാരെ നിങ്ങൾ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കരുത്. അതിലൊന്നും ഇങ്ങനെ ഒതുങ്ങുന്ന പിള്ളേരല്ല. വളരെ വിനീതമായി, വളരെ വിനയത്തോടു കൂടി പറയാം, ലോകത്തൊരിടത്തും ഒരു സ്ഥലത്തും ഒരു കാലത്തും ഇരുട്ടിനെ പേടിച്ച് നക്ഷത്രങ്ങൾ തിളങ്ങാതിരുന്നിട്ടില്ല. ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല. ഏത് കൂരിട്ടിലും നക്ഷത്രത്തിന്റെ ദൗത്യം തിളങ്ങുക എന്നാണ്, സ്വയം പ്രകാശിക്കുക എന്നാണ്. ഞങ്ങൾ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയവും. എന്നിട്ട് എല്ലാ തീവ്രവാദ ഇന്നലെ കൂടി ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അടിച്ചു കൊന്നു. ഒരു ക്രിസ്തീയ സഹോദരനെ ഒഡീഷയിലെ ചർച്ചിലേക്ക് കയറി ചെന്നിട്ട് ബൈബിൾ എടുത്തിട്ട് നിലത്തിട്ടിട്ട് ആ ബൈബിളിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവരോട് പറയുന്നത് ജയ് ശ്രീരാം വിളിക്കണം, നിങ്ങൾ ജയ് ശ്രീരാം വിളിക്കണം. ബൈബിളിന്റെ മോള് കയറി നിന്നിട്ട് ഇങ്ങനെ മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ക്രൂരതകൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവര് പറയുന്നു ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങൾ സനാതനവാദികളാണ്, ഞങ്ങള് സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്നവരാണ്, ഞങ്ങള് മാംസാഹാരം ഭക്ഷിക്കില്ല, മനുഷ്യരെ കൊന്ന് തിന്നുള്ളൂ അത് വേറെ സംഗതി, ഞങ്ങള് സസ്യാഹാരം ഭക്ഷിക്കാറില്ല, ഞങ്ങൾ സമാധാന പ്രിയരാണ്, ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, ഞങ്ങൾ ദേശഭക്തരാണ്, ഈ രാജ്യത്തെ അമ്മയെ പോലെ കാണുന്നവരാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ അവന്റെ ജാതി നോക്കി, മതം നോക്കി, വംശം നോക്കി വംശീയമായ ഉന്മൂലനത്തിന്, അതിക്രമത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സനാതനവാദികൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നിങ്ങൾ സമാധാന പ്രിയരാണ്, നിങ്ങൾ സമാധാന പ്രിയരാണ്, കുലമഹിമയും കുലീനതയും അനന്തരം ലഭിച്ചവരാണ് നിങ്ങൾ, മാംസാഹാരം വർദ്ധിച്ചവരാണ് നിങ്ങൾ, രക്തത്തിന്റെ വിശുദ്ധി തലമുറകളായി കാത്തു സൂക്ഷിക്കുന്നവരുമാണ് നിങ്ങൾ, ഇതുവരെ മണ്ണിലിറങ്ങി പണിയെടുക്കേണ്ടി വന്നിട്ടില്ലാത്തവരാണ് നിങ്ങൾ, തൃശൂലങ്ങൾ അരേറാം വിളികളോടെ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ഉന്മാദ നൃത്തം ചെയ്യുന്നവരാണ് നിങ്ങൾ, തൃശൂലങ്ങൾ അരേറാം വിളികളോടെ പിഞ്ചു ശരീരങ്ങളിലേക്ക് കുത്തിയിറക്കിയിട്ട് ഉന്മാദ നൃത്തം ചെയ്യുന്നവരാണ് നിങ്ങൾ, ഗോക്കളെ കൊല്ലുന്നത്, പശുക്കളെ കൊല്ലുന്നത് പാപമായിട്ടും മനുഷ്യരെ കൊല്ലുന്നത് പുണ്യമായിട്ടും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ, ഉള്ളിൽ ആഞ്ഞടിക്കുന്ന വംശീയതയുടെ കടലിരമ്പങ്ങളെ ഒരു ശീല് കൊണ്ട് ഒതുക്കി നിർത്തുന്നവരാണ് നിങ്ങൾ, ഉള്ളിന്റെ ഉള്ളിൽ അലയടിക്കുന്ന വംശീയതയുടെ തിരമാലകളെ ഒരൊറ്റ ശോകശീല് കൊണ്ട് അടക്കി നിർത്തുന്നവരാണ് നിങ്ങൾ.
ഇസങ്ങൾ പലതാണെങ്കിലും ലക്ഷ്യമൊന്നാക്കിയവരാണ് നിങ്ങൾ. സമത്വവും സ്വാതന്ത്ര്യവും എല്ലാവർക്കുമെന്ന വലിയ നുണ വർഷങ്ങളായി പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങൾ. സമത്വവും സ്വാതന്ത്ര്യവും എല്ലാ ജനങ്ങൾക്കും ഒരേപോലെയാണ് ഇന്ത്യയിൽ നിന്ന് വലിയ നുണ വർഷങ്ങളായി പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇന്ത്യ എന്നത് ഒരു ജാതിയാധിപത്യ രാജ്യമാണ് എന്നും നാട് വാഴുന്നത് രാജക്കൂറിനേക്കാൾ ജാതിക്കൂറ് ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് രാജ്യം വാഴുന്നത് എന്ന് അതുകൊണ്ടാണ് സുഹൃത്തെ തൊണ്ട പൊട്ടി മുഷ്ടി ചുരുട്ടി തെരുവുകളിൽ ഞങ്ങൾക്ക് അലറി വിളിക്കേണ്ടി വരുന്നത്, ജീവിതം തന്നെ പോരാട്ടമാക്കി ഞങ്ങൾക്ക് മാറ്റേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ സാധ്യമല്ല. അവസാനത്തെ ആകാശവും കടന്നാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? അവസാനത്തെ അതിർത്തിയും കടന്നാൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക? അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറുക എന്നത് അസാധ്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടൊരു ജനതയെ എല്ലാം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ കഴിയില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരു ജനതയെ, എല്ലാം നഷ്ടപ്പെട്ടൊരു ജനതയെയും നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ കഴിയില്ല. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഞങ്ങൾ, ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ ജീവിതം അന്വേഷിച്ച് ജീവിതം തേടി ഞങ്ങൾ തെരുവിലിറങ്ങിയാൽ ഈ ലോകത്തൊരു ശക്തിക്കും ഞങ്ങളെ തടഞ്ഞു നിർത്താനാവില്ലേ? അത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലയെ കഴിഞ്ഞ 3 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ തന്റെ സഹപ്രവർത്തകർക്കും കാത്തു സൂക്ഷിച്ച സഹീർ ബാബു വീണ്ടും ജില്ലാ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോ അത് എളുപ്പമുള്ള ഒരു പണിയാണ് എന്ന് ധരിച്ചിട്ടല്ല ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത്. ഏത് നിമിഷവും ഒരു വിലങ്ങുമായി കാഴ്ചറായിട്ടൊരു ഉദ്യോഗസ്ഥന് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന്, ഏത് നിമിഷവും വീടിന് ചുറ്റും അലറാം വിളികളോടെ പോലീസ് ജീപ്പുകൾ വന്നു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന്, ഏത് പുലർക്കാലത്തും ഞങ്ങൾക്ക് മുന്നിൽ ജയിലറകൾ തുറന്നു വെക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും സംഘപരിവാറിന്റെ ഒരു ബോംബ്, ഒരു വാർത്തലപ്പ് ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഘപരിവാർ ഗവൺമെന്റിന്റെ ഒരു കൊലക്കയർ ഏത് നിമിഷത്തിലും ഞങ്ങളുടെ കഴുത്തിൽ വന്നു വീഴാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിലേക്ക് വലതുകാല് വെച്ച് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള അമിത്ഷാ, പ്രിയമുള്ള നരേന്ദ്രമോദി, പേടിപ്പിക്കാൻ നോക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുയോഗം, ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ശ്രവിച്ച എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഊഷ്മളമായ സ്നേഹനിർഭരമായ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.